നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ലാലിഗയിൽ ഒന്നാം സ്ഥാനത്തുള്ള FC ബാഴ്സലോണ ആ സ്ഥാനം നിലനിർത്തുക എന്ന ഉദ്ദേശത്തോടു കൂടി നാളെ വീണ്ടും കളിക്കാനിറങ്ങിയാണ്. എതിരാളികൾ ഒവെയ്ഡോയാണ്. നാളെ രാത്രി ഇന്ത്യൻ സമയം 8:45 ക്യാമ്പ് നൗവിലാണ് ഈ കളിക്ക് മുന്നോടിയായിട്ട് ഇന്ന് കോച്ച് ഹൻസി ഫ്ലിക്ക് മാധ്യമങ്ങളെ കണ്ടിരുന്നു. ഇപ്പോൾ നമുക്കറിയാമല്ലോ, പെഡ്രി പരിക്കേറ്റ് പുറത്താണ്. ഗാവിയുടെ കാര്യം എന്താണ്? ഗാവി എന്ന് തിരിച്ചു വരും? ഇതറിയാൻ ആരാധകർക്ക് താല്പര്യമുണ്ട്. ഇന്ന് മാധ്യമങ്ങളത് അദ്ദേഹത്തോട് ചോദിച്ചു, അദ്ദേഹത്തിൻ്റെ തിരിച്ചു വരവ് എങ്ങനെ? മറുപടി: ഞാൻ ഗവിയെ എന്നും കാണാറുണ്ട്. അവൻ നല്ല രൂപത്തിൽ ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, നമ്മൾ അവൻ്റെ കാര്യത്തിൽ ശാന്തരായിട്ടിരിക്കുക, വെറുതെ കാര്യങ്ങളെ റഷ് ചെയ്യാതിരിക്കുക. അവൻ്റെ മുന്നിലൊരു ലോങ് കരിയർ ഉണ്ട്. സോ നമ്മൾ ഈ കാര്യത്തിൽ ഒരു തിടുക്കം കാട്ടേണ്ട കാര്യമില്ല എന്നാണ് ഹൻസി ഫ്ലിക്ക് പറയുന്നത്. മിക്ക മാധ്യമങ്ങളിലെ റിപ്പോർട്ടൊക്കെ ഫെബ്രുവരിയുടെ തുടക്കത്തിലൊക്കെ ഗാവി മടങ്ങിയെത്തിക്കുമെന്നാണ്. ഇപ്പോൾ തന്നെ നമ്മൾ എന്തായാലും അദ്ദേഹത്തിൻ്റെ കാര്യത്തിലൊരു തിടുക്കം കാണിക്കേണ്ടതില്ല എന്ന് ഫ്ലിക്ക് പറയുന്നു. അതോടൊപ്പം തന്നെ റൊണാൾഡോ അറൗഹോ നാളത്തെ മത്സരത്തിൽ സ്റ്റാർട്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട് എന്നുകൂടി അദ്ദേഹം പറഞ്ഞു. റൊണാൾഡോ അറൗഹോ ഈസ് ആൻ ഓപ്ഷൻ ടു സ്റ്റാർട്ട് ടുമാറോ. എന്താണ്, അദ്ദേഹത്തെ കളിപ്പിക്കണോ വേണ്ടയോ എന്നുള്ളത് ഞങ്ങൾ പിന്നീട് തീരുമാനിക്കും എന്നും ഇപ്പോൾ അദ്ദേഹം പറഞ്ഞു. ഏതായാലും സൂപ്പർ കോപ്പ ഡി എസ്പാനയുടെ ഫൈനലിൽ ഒരു മിനിറ്റിന് മാത്രമൊക്കെ കളിക്കളത്തിലേക്ക് ഇറങ്ങിക്കൊണ്ട് റൊണാൾഡോ അറൗഹോ തൻ്റെ തിരിച്ചുവരവ് നടത്തിയല്ലോ. അതിനുശേഷം ഇപ്പോൾ ടോട്ടൽ 12 മിനിറ്റാണ് അദ്ദേഹം കളിക്കളത്തിൽ ഉണ്ടായിട്ടുള്ളത്. ഏതായാലും ഇനിയിപ്പോൾ സ്റ്റാർട്ട് ചെയ്യുമോ എന്നുള്ളത് കണ്ടറിയണം. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൻ്റെ എത്താം.